എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. വിഷുവിനെയൊക്കെ ആയിട്ട് കുറച്ച് കായൊക്കെ വറുത്താലോ. വിഷുവിന് വറുക്കാൻ നിർത്തിയിരുന്ന കൊലയാണ്, പക്ഷേ അത് ഒടിഞ്ഞു പോയി. അതാ ഇപ്പം വറുത്ത് വെച്ചേക്കാവുന്ന ഞാൻ കരുതിയാണ്. ഇനി ഇത് പൊളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ബേസണിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആ മഞ്ഞൾ വെള്ളത്തിലാണ് ഞാൻ കായ പൊളിച്ചിടുന്നത്. അത് കായ നമ്മൾ വറുത്ത് വരുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മൊത്തം കായും പൊളിച്ചിട്ടിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് വാരി വെച്ച് അതിൻ്റെ വെള്ളം ഒന്ന് പോയതിന് ശേഷം അരിഞ്ഞെടുക്കാം. ഇത് ഞാൻ കൈക്കകത്ത് വെച്ച് ഓരോന്നാണ് അരിഞ്ഞെടുക്കുന്നത്. എങ്ങനെ വേണേലും അരിയാം. ഇങ്ങനെ മൊത്തം കായും ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ചിലതൊക്കെ ഇരിപ്പുണ്ടല്ലോ, അത് വിട്ട് കിട്ടാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിരുമാം. ഈ മഞ്ഞൾ വെള്ളത്തിലല്ല നമ്മൾ കായ പൊളിച്ചിടുന്നതെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഈ എണ്ണയുടെ കൂടെ അങ്ങിട്ടിട്ട് ഒന്ന് തിരുമിയാൽ മതി. അപ്പോൾ അതിന് നല്ല കളർ കിട്ടും. ഒട്ടിപ്പിടിച്ച് വിട്ട് കിട്ടാൻ ഇങ്ങനെ എണ്ണ ഒന്ന് ഒഴിച്ച് തിരുമിയാൽ മതി. ഞാനൊരു ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ടും ചൂടായതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന കായ ഇടുക. കായിടുമ്പോൾ എണ്ണ മുകളിൽ നിൽക്കത്തക്ക വെണ്ണമാണ് നമ്മൾ അരിഞ്ഞു വെച്ചത് ഇടാവുള്ളൂ. എപ്പോഴും എണ്ണയ്ക്കകത്ത് നന്നായിട്ട് മുങ്ങിക്കിടക്കണം. ഇനി ഒരു 10 മിനിറ്റ് ഇളക്കരുത്. 10 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിടാം. അതിന് മുമ്പ് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. ഇപ്പം വെന്ത് വരുന്ന പാകമായതുകൊണ്ട് 10 മിനിറ്റായി. ഒന്ന് മറിച്ചിടുകയാണ്. ഇനി കിടക്കട്ടെ. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴാണ് ഒന്നും കൂടെ മറിച്ചിടാവുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ മറിച്ചിട്ടു. ഇങ്ങനെ 2 പ്രാവശ്യം മറിച്ചിട്ടതിന് ശേഷം ഇനി ഒരു സിമ്മേൽ വെച്ച് വേണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇളക്കാതെ ഇരിക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കേട്ടോ, മൂത്ത് അതിൻ്റെ കളറൊക്കെ മാറി വന്നു തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു 8-10 മിനിറ്റ് ഇങ്ങനെ സിമ്മേ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. കളറൊക്കെ മാറി കായ മൂത്ത് ഒരു മണിമണിയായി കിലുങ്ങുന്ന ഒരു സമയം വരും. ആ സമയത്താണ് കോരേണ്ടത്. ഇപ്പം പാകമായി കഴിഞ്ഞ് നല്ല ശബ്ദം ഒക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടോ, കോരിയെടുക്കുകയാണ്. നല്ല പാകത്തിന് ഒന്നും പൊടിഞ്ഞു പോകാതെ നല്ല സുന്ദരമായി ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു. എല്ലാ പ്രാവശ്യം വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ എണ്ണയ്ക്കകത്തേക്കാണ് ഒരു പകുതി വേവായി കഴിയുമ്പോൾ ഞാൻ ഉപ്പിടാറുള്ളത്. എന്നാൽ ഇന്ന് അത് ഞാൻ കുറച്ച് കല്ലുപ്പെടുത്ത് ഇങ്ങനെ കലക്കിയിട്ട് 1 സ്പൂൺ ഉപ്പുനീര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുടയുന്നേ ഉള്ളൂ. ഒന്ന് കുടഞ്ഞെടുക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ആകും. അങ്ങനെ ചെയ്യുകയാണ് ഇന്ന്. ഇനി അതുപോലെ ബാക്കിയിരിക്കുന്ന കൂടെ ഒന്ന് വറുത്തെടുക്കാം. മൊത്തം കായും വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല സുന്ദരമായ ഉപ്പേരി. ഒരെണ്ണം പോലും പൊടിഞ്ഞു പോകാതെ നല്ല കളറോടുകൂടി. ഇനി അതൊന്ന് തണുക്കാനായിട്ട്, അതിൻ്റെ ചൂടൊന്ന് പോകാനായിട്ട് ഒരു പേപ്പറിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ചൂടൊക്കെ പോയതിന് ശേഷം നല്ല ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് വിഷുവിന് തേനുള്ള ഉപ്പേരിയായി. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു ഒടിച്ചപ്പോൾ. അങ്ങനെ നമ്മുടെ സുന്ദരമായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.